ഓരോ ജില്ലകളിലും സ്വകാര്യ ബസ് മുതലാളിമാർ അവരുടെ സ്വന്തം തീരുമാനത്തിൻ്റെ ഭാഗമായി ബസ് കൺസെഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. 1 രൂപയുണ്ടായിരുന്ന തുകയിൽ നിന്ന് വയനാട് ഉണ്ടായൊരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ബസ് മുതലാളിമാർ പൊടുന്നനെ സമരം പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായി പണം വർദ്ധിപ്പിച്ചില്ല, തുക വർദ്ധിപ്പിച്ചില്ല എങ്കിൽ ബസ് ഓട്ടം നിർത്തലാക്കുമെന്നുള്ള പ്രഖ്യാപനവുമായി വന്നപ്പോൾ ജില്ലാ ഭരണകൂടം അതിനെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അതിൽ ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്തു. അപ്പോൾ ആ യോഗവുമായി ബന്ധപ്പെട്ട് അതിനു മുൻപ് ഇത്തരത്തിൽ പണം കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ SFI അതിനെതിരെ വയനാട്ടിൽ പ്രത്യക്ഷ സമരവുമായി വന്നു. ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് 1 രൂപയ്ക്ക് പകരം 3 രൂപയാണ് വയനാട്ടിൽ ആവശ്യപ്പെടുന്നത്. അത് ജില്ലകൾ തോറും വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വയനാട്ടിലെ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ ആ യോഗം വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടറുടെ ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥരോ വ്യത്യസ്ത വിദ്യാർത്ഥി സംഘടനകൾ SFI ഒഴികെ KSUO, MSFO, AISFO ഒരു വിദ്യാർത്ഥി സംഘടനയും പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, ബസ് മുതലാളിമാർ ആ യോഗം നടക്കാത്ത പശ്ചാത്തലത്തിൽ പിറ്റേ ദിവസം തൊട്ട് 3 രൂപ വെച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ രീതി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും അവലംബിക്കാനുള്ള തീരുമാനവും സ്വകാര്യ ബസ് മുതലാളിമാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരവും കൂടി ഞങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി ഓരോ ജില്ലയിലും സർക്കാരിൻ്റെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു തീരുമാനമില്ലാതെ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ആ തുകയിൽ മാറ്റമൊന്നും വരുത്താതെ തന്നെയും അവർ നേരിട്ട് പണം വാങ്ങിത്തുടങ്ങാനുള്ള ഒരു നിർദ്ദേശം അവർക്ക് ലഭിച്ചതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ നിർദ്ദേശം സർക്കാരിൻ്റെ മൗനാനുവാദത്തോടു കൂടിയാണ് അവരിത് നടത്തുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സർക്കാർ അതിന് അനുവാദം കൊടുത്തിരിക്കുന്നു. അത് രേഖാപരമല്ല, മറിച്ച് ഇവിടെ KSRTC മൂലമുണ്ടാകുന്ന നഷ്ടം നികത്താൻ വിദ്യാർത്ഥികൾക്ക് മേലിൽ കൂടുതൽ ഈ പറഞ്ഞ പുതിയ നിരക്ക് അടിച്ചേൽപ്പിക്കാനാണ് ഈ പറഞ്ഞ സ്വകാര്യ ബസ് മുതലാളിമാർ തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന സ്ത്രീകളുടെ സൗജന്യ യാത്ര അതൊക്കെ നല്ലത് തന്നെ. എന്നാൽ അത് വിദ്യാർത്ഥികൾക്ക് കൂടി നൽകാൻ തയ്യാറാവണം. KSRTCയിൽ വിദ്യാർത്ഥികൾക്ക് കൂടി നൽകട്ടെ. അപ്പം അങ്ങനെ നൽകുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ചയാവാം, ബസ് കൺസെഷൻ കൂട്ടണോ വേണ്ടയോ എന്ന കാര്യത്തിൽ. പക്ഷേ അങ്ങനെയൊന്നുമില്ലാതെ ഇപ്പോൾ തന്നെ നേരിട്ട് വിദ്യാർത്ഥികളിൽ നിന്ന് ഈ നഷ്ടം ഈടാക്കണമെന്നുള്ള തീരുമാനം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. 1 രൂപയും 5 രൂപയും കൊണ്ട് സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പോഴും കേരളത്തിലുള്ളത്. ആ വിദ്യാർത്ഥികളോടാണ് പൊടുന്നനെ 3 രൂപ വെച്ച് തരണമെന്നും അല്ല എങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല എന്ന തീരുമാനം ഉണ്ടാകുന്നത്. വയനാട്ടിലാണ് 3. അപ്പം അത് കോഴിക്കോടോ കണ്ണൂരോ തിരുവനന്തപുരമോ എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി കൂടുതലാണ്. ചിലരൊന്ന് 5 വാങ്ങുകയാണ്, 5 രൂപ വാങ്ങുകയാണ്. തോന്നുന്ന തുകയാണ് അവരിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളിൽ നിന്ന് ഈ പണം വാങ്ങുന്നത് വിദ്യാർത്ഥികളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് ആലോചിക്കാതെ, വിദ്യാർത്ഥി സംഘടനകളോട് ആലോചിക്കാതെ, സർക്കാരുമായി ആലോചിച്ച് അതിനെ സംബന്ധിച്ച് ഒരു ഒഫീഷ്യലായ തീരുമാനമില്ലാതെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനോട് യോജിപ്പുണ്ടാകില്ല. ശക്തമായ സമരം SFI അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെമ്പാടും ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. കൂടുതൽ തുക വാങ്ങുന്ന ബസ്സുകളെ ഞങ്ങൾ ഓടാൻ അനുവദിക്കില്ല. കൂടുതൽ പണം വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങുന്ന ബസ്സുകളെ ഞങ്ങൾ ഓടാൻ അനുവദിക്കില്ല. ബസ് സ്റ്റാൻഡ് ഇന്റർവ്യൂവും അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുകയാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾ ഒട്ടനവധി തവണ ചർച്ച ചെയ്തതാണ്. സാധാരണ നിലയിൽ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ജില്ലകളിൽ വിളിക്കുന്ന യോഗം ഇത്തവണ വിളിച്ചിട്ടില്ല. ജൂൺ മാസം 1 മുമ്പ് എല്ലാ ജില്ലകളിലും വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ച് ബസ് കൺസെഷനുമായി ബന്ധപ്പെട്ടും ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളൊക്കെ എല്ലാ ജില്ലകളിലും ഉണ്ടാകുന്നതാണ്. അതൊക്കെ പരിഹരിക്കാൻ ആവശ്യകരമായി എല്ലായ്പ്പോഴും ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കുന്നതാണ്. ആ യോഗം ഇത്തവണ വിളിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അപ്പോൾ യോഗം വിളിച്ചു ചേർത്തിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല. MVDയുമായി ബന്ധപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവർ വേണ്ട വിധത്തിൽ അതിൽ ഇടപെടൽ നടത്തിയിട്ടില്ല. എല്ലാ ബസ് സ്റ്റാൻഡുകളിലും പോലീസിന്റെ വിന്യാസം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ വടക്കാഞ്ചേരിയിൽ അന്നൊരു വിദ്യാർത്ഥിയെ പുറത്തിറക്കി വിട്ടത്. അവിടെ ഒരു പോലീസുകാരനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വൈകുന്നേരത്തേക്ക് SFI എത്തിയാണ് ആ വിദ്യാർത്ഥിയെയും ആ ബസ്സിനെയും മുൻനിർത്തി തന്നെ ആ അനീതിയെ ചോദ്യം ചെയ്തത്. അപ്പോൾ ഈ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ബസ് മുതലാളിമാർക്ക് പ്രത്യേകമായ ഒരു കാരണം കിട്ടിയിരിക്കുകയാണ്. ഈ സൗജന്യം കൊടുക്കുന്നതുകൊണ്ട് ആ സൗജന്യം കൊണ്ട് നഷ്ടം ഉണ്ടാകുന്നു, അതുകൊണ്ടെല്ലാം വിദ്യാർത്ഥികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കണമെന്നാണ്. അതങ്ങനെയാണോ?
പരിഗണിക്കേണ്ടത് എന്നുള്ളത് കേരളം ആലോചിക്കേണ്ടതാണ്. ഈ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്ന പോലെ തന്നെ കുട്ടികളും ആ നിലയിൽ ഉള്ള ആളുകളല്ലേ, അവർക്ക് വരുമാനമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്കും KSRTCയിൽ സൗജന്യത്തെക്കുറിച്ച് ആലോചന സർക്കാർ നടത്തണം. അതോടൊപ്പം ഈ പറഞ്ഞ കൺസെഷൻ അത് വിദ്യാർത്ഥികളുടെ മേലിൽ ഈ പറഞ്ഞ 3 രൂപ വാങ്ങുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. സ്റ്റേജ് 1 തന്നെ 3 രൂപ വെച്ച് 14 സ്റ്റേജുകളാണ് ഉണ്ടാവുക. ആ 14 സ്റ്റേജുകളിലേക്ക് എത്തുമ്പോൾ വലിയൊരു തുക വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അത് അംഗീകരിക്കാൻ കഴിയില്ല. വയനാടുണ്ടായ വർധനവും വ്യത്യസ്ത ജില്ലകളിൽ സ്വയം തീരുമാനിച്ച് നടപ്പിലാക്കുന്ന വർധനവുകളെ ഞങ്ങൾ ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബസ്സുകൾ ഓടുന്നുണ്ടെങ്കിൽ ആ ബസ്സുകൾ തടയാനും ആ ബസ്സുകളെ നിരത്തിൽ ഓടാനും SFI അനുവദിക്കുന്നതായിരിക്കില്ല. കൂടുതൽ പ്രക്ഷുബ്ധമായ സമരങ്ങളിലേക്ക് കേരളത്തിന്റെ തെരുവോരങ്ങൾ മാറേണ്ടതില്ല. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ അവർക്കുള്ളതാണ്. അവർക്ക് നേടിയെടുത്തു കൊടുത്തത് സമരങ്ങളാണ്. ആ സമരങ്ങൾ വഴി നേടിയെടുത്ത ആവശ്യങ്ങളെ സർക്കാർ തന്നെ ചില വികലമായ നയങ്ങൾ കൊണ്ട് നടപ്പിലാക്കിയപ്പോൾ അതിനെ ഏതെങ്കിലും വിധത്തിൽ കൃത്യമായി കാര്യങ്ങൾ പഠിക്കാതെ നടപ്പിലാക്കിയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സർക്കാർ തന്നെ പരിഹരിക്കണം. അത് ഏതെങ്കിലും മറ്റൊരു വിഭാഗത്തിന്റെ മുകളിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചല്ല പരിഹരിക്കേണ്ടത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ SFI ശക്തമായ സമരത്തിലേക്ക് പോവുകയാണ്. എല്ലാ ജില്ലകളിലും അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ബസ് സ്റ്റാൻഡ് ക്യാമ്പയിനുകൾ ഉണ്ടാകും. ഏരിയ കമ്മിറ്റികളുടെയും യൂണിറ്റ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡുകളിൽ ഉൾപ്പെടെ സഖാക്കളെ, പ്രവർത്തകരെ വിന്യസിച്ചുകൊണ്ട് കൃത്യമായി ബസ് കൺസെഷൻ എന്താണോ ഇപ്പോഴുള്ളത് അതിന് ഉതകുന്ന വിധത്തിൽ തന്നെ തുടരാൻ SFI കൃത്യമായി ഇടപെടും. അതിനാവശ്യകരമായിട്ടുള്ള നയം, തീരുമാനം അടിയന്തരമായി സർക്കാർ ഈ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് ഈ ബസ് മുതലാളിമാരെ സംസ്ഥാന തലത്തിൽ വിളിച്ച് വേണ്ട ആലോചനകൾ നടത്തണം. അതോടൊപ്പം ജില്ലാ തലത്തിലും കളക്ടറുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരം ഉണ്ടാകണം. ഇത്രയും കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്.